Hi all, welcome to Civil Talks. കേരള PSC മെയ് 6 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 PWD ബാർ ഇറിഗേഷൻ LSGD എക്സാമിനോടനുബന്ധിച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 208/2008 ആണ്. അപ്പോൾ ഇത് പാർട്ട് 5 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പം ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 1 to പാർട്ട് 4 വരെയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. Next question is, a reference surface above which elevation of a point are determined is called a dash surface. ഇത് ലെവലിംഗ് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഉറപ്പാണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതൊരു റെഫറൻസ് സർഫസിനെ വെച്ചിട്ടാണോ ഒരു പോയിന്റിന്റെ എലിവേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ സർഫസിനെ എന്തെന്നാ പറയുന്നതെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലെവലിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ റിലേറ്റീവ് ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റീവ് ഡെപ്ത് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എ സർഫസ് അല്ലെ. ഒരു റെഫറൻസ് സർഫസിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ റിലേറ്റീവ് ഹൈറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെപ്ത് ഒക്കെയാണ് നമ്മൾ ലെവലിംഗിൽ ചെയ്യുന്നത്. ആ ഒരു റെഫറൻസ് സർഫസിനെ എന്താണ് പറയുന്നത്, നമുക്ക് ഓപ്ഷൻ നോക്കാം. മീൻ സീ ലെവൽ, ഡാറ്റം, ലെവൽ ആൻഡ് ബെഞ്ച് മാർക്ക്. ഓക്കെ, ആ ഒരു സർഫസിനെ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് ഡാറ്റം സർഫസ് ആണ്. ഓക്കെ, ഡാറ്റം സർഫസ്, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ റെഫറൻസ് സർഫസ് ഏതാണ് അല്ലെങ്കിൽ ലെവൽ സർഫസ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാറ്റം സർഫസ് ആണ്. നമ്മൾ ഡാറ്റം സർഫസ് ആയിട്ട് എടുത്തിട്ടുള്ളത്, ആ ഒരു റെഫറൻസ് സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മുംബൈയിലുള്ള മീൻ സീ ലെവലാണ്. ഓക്കെ, പണ്ട് കറാച്ചിയിലുള്ള മീൻ സീ ലെവലായിരുന്നു, ഇപ്പോൾ അത് മുംബൈയിലുള്ള മീൻ സീ ലെവലാണ് ഈ ഡാറ്റം സർഫസ്. ഓക്കെ, നമുക്ക് അതർ ഓപ്ഷൻസ് നോക്കാം. ഇതിൽ മീൻ സീ ലെവൽ ചോദിച്ചിട്ടുണ്ട്, ലെവൽ, അതുപോലെ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്കും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഫിക്സഡ് പോയിന്റ് ആണ് അല്ലെ, ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്ക് ഇപ്പൊ ഓരോ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ പോയിന്റിന്റെയും എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആൻഡ് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്, അതിനൊരു ബേസ് വേണം. അതായത് നോൺ എലിവേഷൻ അല്ലെങ്കിൽ നോൺ റെഡ്യൂസ്ഡ് ലെവലുള്ള ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓരോ പോയിന്റ്സിന്റെയും റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു നോൺ എലിവേഷൻ ഉള്ള പോയിന്റ്, അതാണ് ബെഞ്ച് മാർക്ക്. അപ്പൊ നിങ്ങൾ അവിടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായാലും ഫിക്സഡ് പോയിന്റ് വിത്ത് നോൺ എലിവേഷൻ, അതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്, നോൺ എലിവേഷൻ. ഓക്കെ, ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ above or below the datum. ഓക്കെ, അതാണ് ബെഞ്ച് മാർക്ക്. ദെൻ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആവറേജ് ഹൈറ്റ് ഓഫ് സീ സർഫസ്, ആവറേജ് ഹൈറ്റ് ഓഫ് സീ സർഫസ് ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ദി ടൈഡ് ഓവർ എ വെരി ലോങ് പീരീഡ്. ഒരുപാട് ലോങ് പീരീഡ്, അറൌണ്ട് ഒരു 19 years കൊണ്ട് ഏതൊരു സ്റ്റേജിലും, അതായത് ഒരു സീ സർഫസിന് ഉണ്ടാവുന്ന ഏതൊരു സ്റ്റേജും, ഹൈ ടൈഡ് ആയിക്കോട്ടെ ലോ ടൈഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എടുത്ത് അതിന്റെ ഒരു ആവറേജ് വരണ, ആ ഒരു ആവറേജ് ഹൈറ്റ് എത്രയാണ് സീ സർഫസിന് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് മീൻ സീ ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഓപ്ഷൻ സി എന്താണ്, ലെവൽ ആണ് അല്ലെ. ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെവൽ എന്ന് ജനറലി നമ്മൾ പറയുന്നത് ഇൻസ്ട്രുമെന്റിനെയാണ്. നമുക്ക് ലെവലിംഗ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് which is used to determine the vertical distance of the point. അതായത് ഇപ്പോൾ ഡംപി ലെവൽ, ഓട്ടോ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ എന്നൊക്കെ പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റെഡ്യൂസ് ലെവലും അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ, പോയിന്റിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ലെവൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റീഡിംഗ് ഓൺ എ മെട്രിക് ലെവലിംഗ് സ്റ്റാഫ് ക്യാൻ ബി മെയ്ഡ് ആക്യുറേറ്റ്ലി ടു ഡാഷ് മീറ്റർ. ലെവലിംഗ് സ്റ്റാഫിന്റെ റീഡിംഗ് എടുക്കുക, ആക്യുറേറ്റ്ലി റീഡിംഗ് എടുക്കുന്നത് എത്ര മീറ്ററിൽ വെച്ചിട്ടാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്. അപ്പൊ ഒന്നിലും ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, ദ റീഡിംഗ് ഓൺ എ ലെവലിംഗ് സ്റ്റാഫ് ക്യാൻ ബി മെയ്ഡ് ആക്യുറേറ്റ്ലി ടു. ഓക്കെ, അതല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് എന്നും ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് 5 mm ആണ്, അത് മീറ്ററിലാണ്, അതുകൊണ്ട് 0.005 മീറ്റർ. അറിയില്ലാത്തവരത് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ലെവലിംഗ് സ്റ്റാഫിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നുള്ളത്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പ്, focusing is achieved by the movement of a dash lens inside the telescope. നമുക്ക് മെയിൻലി രണ്ട് ടെലസ്കോപ്പ് ആണ് അല്ലെ, ഒന്ന് ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പ്, മറ്റൊന്ന് എക്സ്റ്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പ്. അപ്പൊ ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പിന് ഫോക്കസിംഗ് ചെയ്യണമെങ്കിൽ ടെലസ്കോപ്പിന്റെ അകത്ത് ഏത് ലെൻസ് ആണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പിൽ കൊടുക്കുന്ന ലെൻസ് ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ കോൺകേവ്, കോൺവെക്സ്, പ്ലെയിനോ കോൺകേവ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പ്ലെയിനോ കോൺകേവ് ആൻഡ് പ്ലെയിനോ കോൺവെക്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അതായത് ഇന്റേണൽ ഫോക്കസിംഗ് ആണെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പില് അതിന്റെ ഈ ഫോക്കസിംഗ് നോബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ കോൺകേവ് ലെൻസ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഈ കോൺകേവ് ലെൻസിന്റെ മൂവ്മെന്റ് നമുക്ക് വിസിബിൾ അല്ല. അതാണ് ഇന്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പ്. ഇനി നേരെ മറിച്ച് എക്സ്റ്റേണൽ ഫോക്കസിംഗ് ടെലസ്കോപ്പ് എന്നായിരുന്നു ക്വസ്റ്റ്യനിലായിരുന്നെങ്കിൽ അവിടെ ലെൻസ് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ആൻഡ് അതിന്റെ മൂവ്മെന്റ് നമ്മൾ ഫോക്കസിംഗ് നോബില് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകാവുന്ന മൂവ്മെന്റ് നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഏതാണോ വരുന്നതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ഇനി പ്ലെയിനോ കോൺകേവ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെയായിരിക്കും ഇരിക്കുക, ഇങ്ങനെയായിരിക്കും. ആക്ച്വലി സോറി, ഇത് കോൺവെക്സ് ആണ്. ദിസ് ഇസ് പ്ലെയിനോ കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ്. ഓക്കെ, ആൻഡ് പ്ലെയിനോ കോൺകേവ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഇരിക്കും. സാധാരണ എങ്ങനെയാണ് കോൺകേവ് ലെൻസ് ഇരിക്കണത്? ഇങ്ങനെയാണ് കോൺകേവ് ലെൻസ് ഇരിക്കണത് അല്ലെ. അതിന്റെ സെന്റർ പോർഷൻ തിന്നും എഡ്ജ് പോർഷൻസ് ആയിരിക്കും തിക്കായിട്ടുണ്ടാവുക. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, അതിന്റെ എഡ്ജ് പോർഷൻ തിന്നും സെന്റർ പോർഷനിലായിരിക്കും തിക്നെസ് ഉണ്ടാവുക. പ്ലെയിനോ കോൺവെക്സും പ്ലെയിനോ കോൺകേവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് കോൺവെക്സും ആണെങ്കിൽ അത് പ്ലെയിനോ കോൺവെക്സ്. അതിന്റെ ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് കോൺകേവും ആണെങ്കിൽ അത് പ്ലെയിനോ കോൺകേവും ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the backside to a benchmark of 200 meter is 1.525 meter and foresight is 3.285, then reduced level of the forward station is. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 200 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈറ്റ് 1.525 മീറ്റർ ആണെന്നും ഫോർസൈറ്റ് 3.285 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർവേഡ് സ്റ്റേഷന്റെ റെഡ്യൂസ് ലെവലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പ്രോബ്ലംസ് കിട്ടുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ലെവലിംഗ് എക്യുപ്മെന്റ് ലെവല്, ആൻഡ് ഇതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. ഓക്കെ, ദിസ് ഇസ് ദ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്കിൽ 200 മീറ്റർ ആണ് അവിടുത്തെ റെഡ്യൂസ് ലെവൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റാഫ് വയ്ക്കുന്നു. ആദ്യത്തെ സ്റ്റാഫ് വെച്ചിട്ട് അങ്ങോട്ട് റീഡിംഗ് എടുത്തതാണ് ബാക്ക് സൈഡ് റീഡിംഗ്. ഓക്കെ, ബാക്ക് സൈഡ് റീഡിംഗ് വിച്ച് ഈസ് 1.525 മീറ്റർ. ദെൻ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മൾ ഫോർവേഡ് സ്റ്റേഷന്റെ റെഡ്യൂസ് ലെവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫോർവേഡ് സ്റ്റേഷനിലാണ് സ്റ്റാഫ് വയ്ക്കുന്നത്. ആൻഡ് അങ്ങോട്ട് എടുത്തിട്ടുള്ള ഫോർസൈഡ് റീഡിംഗ് ആണ് എത്ര? 3.285 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ലെറ്റ് ഇറ്റ് ബി എ. അപ്പൊ ഈ പോയിന്റിന്റെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് മെയിൻലി രണ്ട് ഇക്വേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി ഈ ഇങ്ങനത്തെ തരത്തിലുള്ള പ്രോബ്ലംസിന്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് ഇത്രയും വരുന്ന ഈ ഒരു ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആണ്. ഓക്കെ, റെഡ്യൂസ് ലെവൽ അറ്റ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ്. നമുക്കറിയാം റെഡ്യൂസ് ലെവൽ എത്രയാണ്? വിച്ച് ഇസ് 200 മീറ്റർ പ്ലസ് ബാക്ക് സൈഡ് ഈസ് 1.525 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് 201.525 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ന് പറയുന്ന പോയിന്റ് റെഡ്യൂസ് ലെവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ദ റെഡ്യൂസ് ലെവൽ അറ്റ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർസൈറ്റ് ആണ്. ഓക്കെ, ഹൈറ്റ് ഇപ്പൊ റെഡ്യൂസ് ലെവൽ ഏതൊരു പോയിന്റിനെ കണ്ടുപിടിക്കാനാണെങ്കിലും ഇപ്പൊ ഇത് ഫോർസൈറ്റ് റീഡിംഗ് ആയതുകൊണ്ടാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർസൈറ്റ് ആയത്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറെ സ്റ്റാഫ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്റർമീഡിയറ്റ് റീഡിങ്സും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മൈനസ്
ഫോർസൈറ്റ് ഓർ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 201.525 മൈനസ് എത്രയാണ് 3.285 will give 198.24 മീറ്റർ. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി അല്ലെ? ഓപ്ഷൻ ഡി is the correct answer. Next question. The brick laid with its length perpendicular to the face of the wall is called. Okay. Brick laid. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ കോഴ്സ്, ക്ലോസർ, സ്ട്രെച്ച്, ഹെഡർ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വോളിന്റെ ഫേസ്. ഒരു റഫ് ആയിട്ട് സ്കെച്ച് ചെയ്യാം നമുക്ക്. ഓക്കെ, വോളിന്റെ ഫേസ് ഇതാണെന്ന് വെച്ചോ. നമുക്കറിയാം നമ്മുടെ ബ്രിക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബ്രിക്കിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിനെ നമ്മൾ പറയുന്നത് ഹെഡർ എന്നും ഈ ലെങ്ത് പോർഷന് നമ്മൾ സ്ട്രക്ചർ എന്നുമാണ് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതൊരു പെർട്ടിക്കുലർ, അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 19 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ ആണ് ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 19 സെന്റിമീറ്റർ ബൈ 9 മീറ്റർ വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ആണ് സ്ട്രക്ചർ. ആൻഡ് ഹെഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ 9 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും ഹെഡർ. ഓക്കെ, അപ്പം ഇതിന്റെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ഫേസ് ഓഫ് ദി വാൾ, അതായത് ദിസ് ഈസ് ദ ലെങ്ത് പോർഷൻ. അപ്പൊ അത് ഈ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രക്ചർ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് നമ്മൾ ഒരു വോളിന്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഹെഡർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഹെഡർ ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഹെഡർ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ഹെഡർ ആയിരിക്കും ഫേസ് ഓഫ് ദി വാളിനോട് പാരലൽ ആയിട്ട് വരുന്നത്. സ്ട്രക്ചർ അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ ബ്രിക്ക് ലേ ചെയ്യുമ്പോൾ അതിന് എന്താ പറയുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ലെങ്ത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ ഫേസിൽ ഹെഡർ ആണ് കാണുന്നത് അല്ലെ? അപ്പൊ അതിനെ ഹെഡർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ദ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദി വാൾ ആണെങ്കിൽ ഏതായിരുന്നു ഓപ്ഷൻ? സ്ട്രക്ചർ ആവും. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ള പിന്നെ ഏതാണ്? കോഴ്സ് ആണ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ. അതായത് ഇപ്പൊ ഇത് നമ്മളിപ്പോ ഇത്രയും ഈ ഒരു ഫസ്റ്റ് ലെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോഴ്സ് ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റോൺ മേസണറിയ ചെയ്യുന്നെങ്കിൽ സ്റ്റോൺ, ബ്രിക്ക് മേസണറിയ ചെയ്യുന്നെങ്കിൽ ബ്രിക്ക്. ആ ഒരു ഹൊറിസോണ്ടൽ ലെയറിനെയാണ് നമ്മളിത് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് കോഴ്സ്, ഇപ്പൊ ഇതാണെങ്കിൽ അത് സെക്കൻഡ് കോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഓപ്ഷനിൽ ക്ലോസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലോസറും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ക്ലോസർ എന്ന് പറയുമ്പോൾ which is a portion of brick used to close the bond at the end of the brick course. അപ്പൊ ബ്രിക്ക് കോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ബ്രിക്ക് കോഴ്സിന്റെ എൻഡിൽ ആ ഒരു ബോണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ കോഴ്സ്, ഇഫ് ദിസ് ഇസ് എ കോഴ്സ്, അപ്പൊ അതിന്റെ എൻഡില് ഇപ്പൊ ഇവിടെ വരെയാണ് നമ്മൾ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എൻഡിൽ ഈ ഒരു ബോണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേ ബി നമുക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പോർഷൻ ഓഫ് ദ ബ്രിക്ക്. അപ്പൊ ബ്രിക്ക് ഫുൾ അല്ല, ബ്രിക്കിന്റെ ഒരു ഭാഗം, ആ പോർഷൻ അത് എവിടെ ഉപയോഗിക്കുന്നത്? അത് നമ്മൾ എൻഡ് ഓഫ് ദ ബ്രിക്ക് കോഴ്സിന്റെ എൻഡിലാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്ലോസ് ദി ബോണ്ട് അല്ലെ? ഈ ഒരു ബോണ്ടിങ്, അതായത് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബ്രിക്ക് ആൻഡ് മോർട്ടാറിന്റെ ആ ഒരു ബോണ്ടിങ്, ഓക്കെ, ആ ഒരു ബോണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ബ്രിക്ക് കോഴ്സ് ആണ് നമ്മൾ ക്ലോസർ കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോസേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യൂൻ ക്ലോസർ ആണ്. ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ്. ഇപ്പൊ ഇത് പ്ലാൻ ആണ് കേട്ടോ, നമ്മുടെ ബ്രിക്കിന്റെ പ്ലാൻ ആണ്. അതായത് അതിന്റെ ഏറ്റവും ടോപ്പ് ഫേസ്. അപ്പൊ നമ്മള് ഒരു ബ്രിക്കിന് ഇതാ ഇങ്ങനെ ലെങ്ത് വൈസ് കട്ട് ചെയ്തു. ആൻഡ് അതിന്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കില്ല, റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പോർഷൻ ഓഫ് ദ ബ്രിക്കിനെയാണ് നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ പോർഷൻ ഓഫ് ദ ബ്രിക്ക് യൂസ്ഡ് ടു ക്ലോസ് ദ ബോണ്ട് വിച്ച് കട്ട് ലെങ്ത് വൈസ്. ഓക്കെ, അതായത് ദ ബ്രിക്ക് ഈസ് കട്ട് ലെങ്ത് വൈസ് ഇൻ ടു 2 പോർഷൻ. ലെങ്ത് വൈസിൽ 2 പോർഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പോർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്ലോസ് ദി ബോണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ബ്രിക്ക് കോഴ്സ്.
ഓക്കെ, ഇനി അടുത്തത് കിങ് ക്ലോസർ. കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബ്രിക്കെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതെടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മീൻസ് എങ്ങനെയാണ് അതിന്റെ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്, ഇതല്ല ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ. ഓക്കെ, അതായത് കട്ട് ദി ട്രയാങ്കുലർ പോർഷൻ അറ്റ് ഹാഫ് വിഡ്ത്ത് ആൻഡ് ഹാഫ് ലെങ്ത്. ആ ഒരു ട്രയാങ്കുലർ പോർഷന്റെ പ്രത്യേകത എന്താ? അത് ഈ ഒരു വിഡ്ത്ത് ഓഫ് ദ ബ്രിക്കിന്റെ പകുതിയുമായിരിക്കും, ലെങ്ത് ഓഫ് ദ ബ്രിക്കിന്റെ പകുതിയുമായിരിക്കും. അങ്ങനത്തെ ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ് നമ്മൾ ക്ലോസർ ആയിട്ട് എടുക്കുന്നെങ്കിൽ അതിനെ കിങ് ക്ലോസർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ബിവെൽഡ് ക്ലോസർ. ബിവെൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കുലർ പോർഷൻ തന്നെയാണ്, ബട്ട് ഹാഫ് വിഡ്ത്ത് ആൻഡ് ഫുൾ ലെങ്ത് ആയിരിക്കും. ഫുൾ ലെങ്ത് വരും. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ എടുക്കും, ഇത്രയും പോർഷൻ റിമൂവ് ചെയ്യും. അപ്പൊ ദ ട്രയാങ്കുലർ പോർഷൻ വിത്ത് ഹാഫ് വിഡ്ത്ത് ആൻഡ് ഫുൾ ലെങ്ത് ആണെങ്കിൽ അത് ബിവെൽഡ് ക്ലോസർ ആയിരിക്കും. അടുത്തത് ദ ലാസ്റ്റ് വൺ ഈസ് മിട്രഡ് ക്ലോസർ. ഓക്കെ, മിട്രഡ് ക്ലോസർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ട്രയാങ്കുലർ പോർഷൻ, കട്ട് ദ ട്രയാങ്കുലർ പോർഷൻ ത്രൂ ഇറ്റ്സ് വിഡ്ത്ത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, വിഡ്ത്ത് ഫുള്ള് കട്ട് ചെയ്യും ആൻഡ് മേക്ക് ആൻ ആംഗിൾ. ഇവിടെ ഒരു ആംഗിൾ, അതായത് നമ്മൾ വിഡ്ത്ത് ഫുള്ള് കട്ട് ചെയ്യുന്നുണ്ട്, ലെങ്ത് ഫുൾ കട്ട് ചെയ്യുന്നില്ല. ബട്ട് അതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിൾ, അതായത് ദ ലെങ്ത് ഓഫ് ദ ബ്രിക്കിനോട് ഒരു 45 to 60 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കട്ട് എ ട്രയാങ്കുലർ പോർഷൻ ത്രൂ ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 to 60 ഡിഗ്രി വിത്ത് ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ മിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ടു എ ബ്രിക്ക് മേസണറി കൺസിസ്റ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ഇസ് കോൾഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ബോണ്ട് നമുക്കറിയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രെച്ചിങ് ബോണ്ട്, ഹെഡിങ് ബോണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. അപ്പൊ ഓരോ കോഴ്സും എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹെഡറും സ്ട്രക്ചറും മാറി മാറിയാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ ഇത് ഓരോരോ കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഹെഡർ ആണെങ്കിൽ ദിസ് ഇസ് സ്ട്രക്ചർ, ഇത് ഹെഡർ ആണെങ്കിൽ അടുത്തത് സ്ട്രക്ചർ. അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ബോണ്ട്, അങ്ങനെ പറയുന്ന ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ ആണ്, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ബോണ്ട് ആണ്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രെച്ചിങ് ബോണ്ട് ആൻഡ് ഹെഡിങ് ബോണ്ട് ആണുള്ളത്. നമ്മളിപ്പോ ഈ കൊടുത്തിരിക്കുന്നത് ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ആണ്. ഇനി അങ്ങനെയല്ല, ഇതൊരു സിംഗിൾ കോഴ്സ്, ഇതൊരു കോഴ്സാണ്. ഈ കോഴ്സിൽ തന്നെ ദിസ് ഈസ് സ്ട്രക്ചർ, ദിസ് ഈസ് ഹെഡർ, ദിസ് ഈസ് സ്ട്രക്ചർ, ദിസ് ഈസ് ഹെഡർ, ദിസ് ഈസ് സ്ട്രക്ചർ, അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സെയിം കോഴ്സിൽ തന്നെ ഇൻ എവറി കോഴ്സ് ഓൾട്ടർനേറ്റ്, ഇൻ എവറി കോഴ്സ് സ്ട്രക്ചർ ആൻഡ് ഹെഡർ ഉണ്ടെങ്കിൽ അത് ഫ്ലെമിഷ് ബോണ്ട് ആണ്. അപ്പൊ ഇതാണ് ഫ്ലെമിഷ് ബോണ്ട്. അതെന്താണ്? ഒരു സിംഗിൾ കോഴ്സിൽ തന്നെ മാറി മാറി ഹെഡറും സ്ട്രക്ചറും വരുന്നുണ്ടെങ്കിൽ അത് ഫ്ലെമിഷ് ബോണ്ട് ആണ്. ഓക്കെ, ഈ ഫ്ലെമിഷ് ബോണ്ട് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും മറ്റൊന്ന് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും ആണ്. ഓക്കെ, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടൈപ്പ്, അതായത് ഈ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസിൽ, അതായത് ഇപ്പൊ നമ്മുടെ മേസണറിയുടെ ഫ്രണ്ട് ഫേസിൽ ഫ്ലെമിഷ് ബോണ്ടും അതിന്റെ ബാക്ക് ഫേസിൽ ഇംഗ്ലീഷ് ബോണ്ടുമാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ എക്സ്റ്റേണലി നോക്കുമ്പോൾ നമ്മുടെ വാൾ സർഫസ് ഫ്ലെമിഷ് ആയിട്ടും ഇന്റേണലി അകത്തുനിന്ന് ഇന്റീരിയർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാൾ സർഫസ് ഇംഗ്ലീഷും ആയിട്ടായിരിക്കും കാണുന്നത്. ഫ്രണ്ട് ഫേസിൽ ഫ്ലെമിഷ് ബോണ്ടും അതിന്റെ ബാക്ക് ഫേസിൽ ഇംഗ്ലീഷ് ബോണ്ടും ആയിരിക്കും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിന്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിനാണെങ്കിൽ ഫ്രണ്ട് ഫേസിലും ബാക്ക് ഫേസിലും ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫേസിലും ബാക്ക് ഫേസിലും ഫ്ലെമിഷ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ സ്ട്രെച്ചിങ് ബോണ്ടും ഹെഡിങ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ ബ്രിക്സ് ആർ ലെയ്ഡ് ആസ് സ്ട്രക്ചർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫേസ് ഓഫ് ദി വാളിൽ സ്ട്രക്ചർ മാത്രമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്ട്രെച്ചിങ് ബോണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയും. ഇനി ഓൾ ദ ബ്രിക്സ് ആർ ലെയ്ഡ് ആസ്, അതായത് ഫേസിൽ ഓൾ ബ്രിക്സ് നമ്മൾ ഹെഡർ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഹെഡിങ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഈസ് എ.
Then the highest point on the extrados is called, highest point നെ നമ്മൾ എന്തെന്നാ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, which is crown. Okay, crown ആണ് അതിന്റെ ആൻസർ. ക്രൗൺ ആണ് ഹയസ്റ്റ് പോയിന്റ്, എക്സ്ട്രാഡോസിന്റെ ഹയസ്റ്റ് പോയിന്റ്. ആർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആർച്ചസിന്റെ ഓരോ കമ്പോണൻസും അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഈ ഓരോ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആർച്ചസിൽ പറയുന്ന ഹയസ്റ്റ്, എക്സ്ട്രാഡോസിന്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ, അതായത് ആർച്ചസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് മിക്സിംഗ് clay, water and other ingredients to make bricks is known as. അതായത് ബ്രിക്കിന്റെ മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് നമ്മൾ ക്ലേയും വാട്ടറും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ kneading, then tempering, then pugging and molding. ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ എ kneading ആണ്. അപ്പൊ അതായത് ക്ലേയും വാട്ടറും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്നാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് kneading ആണ്. kneading എന്ന് പറഞ്ഞാൽ എന്താണ്? ചവിട്ടി കുഴയ്ക്കുക എന്ന് പറയും. അതായത് ഇപ്പൊ കാറ്റിലിന്റെ ഫീറ്റ് അല്ലെങ്കിൽ ഫീറ്റ് ഓഫ് എ മെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചവിട്ടി കുഴയ്ക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന kneading എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിലെ സ്റ്റെപ്സ് മെയിൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ബ്രിക്കിന് പരുവത്തിന് നമ്മൾ ക്ലേനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് മോൾഡിങ്. പ്രിപ്പയർ ചെയ്ത ക്ലേ ഒരു മോൾഡിലേക്ക്, ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു മോൾഡ് വേണമല്ലോ, മോൾഡിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ഈസ് ഡ്രൈ, അതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബേണിംഗ്. ഓക്കെ, അതിൽ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് അൺസോയിലിംഗ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് digging and third step is cleaning. Then next step is weathering and then blending and the last step is tempering. നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണിത്. ഒരു ക്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, അതായത് നമ്മൾ ആ ഒരു ക്ലേ എടുക്കുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടോപ്പ് സോയിൽ നമ്മൾ റിമൂവ് ചെയ്യണം. ഏകദേശം ഒരു 200 mm ഡെപ്തിൽ വരുന്ന ടോപ്പ് സോയിൽ നമ്മൾ റിമൂവ് ചെയ്യും. 20 സെന്റിമീറ്ററോളം ടോപ്പ് സോയിൽ റിമൂവ് ചെയ്യും. കാരണം എന്താ, ആ ഒരു ടോപ്പ് സോയിലിൽ ഇമ്പ്യൂരിറ്റീസിന്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്താ ഗ്രൗണ്ടിൽ നിന്നും ഡഗ് ഔട്ട് ചെയ്യും. നമുക്ക് വേണ്ട ക്ലേ ഡഗ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിഗിങ് എന്ന് പറയുന്ന പ്രോസസ്. കുഴിച്ചെടുത്തു, എന്നിട്ട് അതൊരു ലെവലായിട്ടുള്ള സർഫസിൽ സ്പ്രെഡ് ചെയ്തിട്ടു. അതിൽ എന്തെങ്കിലും പെബിൾസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് പ്രോസസ് അതാണ് ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെതറിങ്. വെതറിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലീൻ ഒക്കെ ചെയ്തിട്ടുള്ള ഈ ക്ലേ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് അതിങ്ങനെ എക്സ്പോസ് ചെയ്തിടുക. അതായത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, തുറന്നു വെക്കുക. അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ കുറേയും കൂടി സോഫ്റ്റൻ ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ സോഫ്റ്റനിങ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെതറിങ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അതൊരു ഫ്യൂ വീക്സ് ടു 1 month വരെ ആവാം ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് ആണ് ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇന്റിമേറ്റ് മിക്സിങ്. അതായത് വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലേയിലേക്ക് മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ബ്ലെൻഡിങ്, അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് എന്ന് പറയുന്നതാണ് ബ്ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടെമ്പറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലേയിലേക്ക് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട്, വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അത് വളരെ പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പറിങ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിലിൽ ചെയ്യുവാണെങ്കിൽ, അതുപോലെ സ്മോൾ സ്കെയിൽ വർക്ക്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ നീഡിങ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു കാറ്റിൽ അല്ലെങ്കിൽ ഒരു
അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന് തന്നെ ചെയ്യാവുന്നതാണ് നീഡിങ് എന്ന് പറയുന്നത് അല്ലെ. നന്നായിട്ട് കാല് വെച്ചിട്ട് ചവിട്ടി കുഴയ്ക്കുക എന്ന് പറയും. അതാണ് സ്മോൾ സ്കെയിൽ വർക്ക്സിനാണ് ചെയ്യുന്നത്. ഇനി ലാർജ് സ്കെയിൽ വർക്ക്സിനാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് പഗ്ഗിങ് എന്ന് പറയുന്നത്. അതായത് പഗ് മില്ലിലാണ് നമ്മൾ അന്നേരം ക്ലെയിനെ ഈ പറയുന്ന ഒരു സ്റ്റെപ്പ് അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഈ പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിലേക്ക് കൊണ്ടുവരുന്നത് പഗ് മില്ലിലാണ്. ആ പ്രോസസ്സിനെ പഗ്ഗിങ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ്, അതായത് വളരെ നല്ല രീതിയിൽ ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ. ഓക്കെ, ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക്. ഓക്കെ, ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ക്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു പരുവത്തിൽ എത്തിയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ ആ ഫോമിലേക്ക് വരുന്നില്ല. അതാണ് പ്ലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക്. അപ്പൊ ഡെഫിനേഷൻ മാറിപ്പോയത് മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ടു മേക്ക് ദ ബ്രിക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ നീഡിങ്, അത് സ്മോൾ സ്കെയിലിൽ ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പഗ്ഗിങ് എന്ന് പറയുമ്പോൾ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക് എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകരുത്. സ്മോൾ സ്കെയിലാണെങ്കിൽ നമ്മൾ നീഡിങ് ആയിരിക്കും, ലാർജ് സ്കെയിലാണെങ്കിൽ പഗ്ഗിങ്ങും ആയിരിക്കും ചെയ്യുന്നത്. ദെൻ മോൾഡിങ് എന്ന് പറയുന്നതും ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു ബ്രിക്ക് ആണെങ്കിൽ ആ ബ്രിക്കിന്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഒരു മോൾഡിലിട്ട് കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രിക്കും നമ്മൾ അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഷേപ്പിലുള്ള മോൾഡ് ചൂസ് ചെയ്തിട്ട് സ്റ്റീൽ ആവാം, വുഡൻ ആവാം, ആ മോൾഡിലേക്ക് നമ്മൾ ഈ പറയുന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലെയിനെ മാറ്റി അങ്ങനെയാണ് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പിലേക്ക്, ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരണമല്ലോ. ആൻഡ് ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത് ഹാൻഡ് മോൾഡിങ്ങും ആവാം, അതുപോലെ തന്നെ മെഷീൻ മോൾഡിങ്ങും ആവാം. മെഷീൻ മോൾഡിംഗ് ആണ് സുപ്പീരിയർ. നമ്മളെപ്പോഴും ലാർജ് സ്കെയിൽ വർക്ക്സിന് മെഷീൻ മോൾഡിംഗ് ആണ് ചൂസ് ചെയ്യുള്ളൂ. ഈ ഹാൻഡ് മോൾഡിങ്ങും രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് ഗ്രൗണ്ട് മോൾഡിങ്ങും മറ്റൊന്ന് ടേബിൾ മോൾഡിങ്ങും ആണ്. അപ്പൊ ഈ ഹാൻഡ് മോൾഡിങ്ങിലും സുപ്പീരിയർ വരുന്നത് ടേബിൾ മോൾഡിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആൻഡ് മോൾഡിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ നീഡിങ് പറഞ്ഞു, പഗ്ഗിങ് പറഞ്ഞു, ടെമ്പറിങ്ങും പറഞ്ഞു, മോൾഡിങ്ങും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the ratio of the volume of voids to the total volume of soil mass is called. അതായത് എന്താ പറഞ്ഞിട്ടുള്ള റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു 3 phase സിസ്റ്റം ഒരു സോയിൽ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുള്ളത്? വോളിയം ഓഫ് സോളിഡ്, അതുപോലെ തന്നെ വോളിയം ഓഫ് എയർ ആൻഡ് വോളിയം ഓഫ് വാട്ടർ ആണുള്ളത് അല്ലെ. ദിസ് ഇസ് ദി 3 phase സിസ്റ്റം, റൈറ്റ്. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ, അതുപോലെ വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പോറസിറ്റി ആണ് നമ്മുടെ ഓപ്ഷനുകൾ. അപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ് ടു ദി ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം, അതായത് വോളിയം ഓഫ് വോയിഡ്സ് ടോട്ടൽ വോളിയം, അത് എത്രയാണ് ടോട്ടൽ വോളിയം? ഈ ടോട്ടൽ വോളിയത്തിൽ വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അതാണല്ലോ വോയിഡ്സിൽ. അതായത് ഇപ്പൊ സോയിൽ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോയിഡ്സ് ഓഫ് ദി സോയിൽ മാസസ് ആർ ഫിൽഡ് ബൈ വാട്ടർ ആൻഡ് എയർ ആണല്ലേ. അപ്പൊ വോയിഡ് എന്ന് പറയുന്നത് ഈസ് ഫിൽഡ് ബൈ എയർ ആൻഡ് വാട്ടർ. അപ്പൊ വോളിയം ഓഫ് വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ആൻഡ് ടോട്ടൽ വോളിയത്തിൽ എത്രമാത്രമാണ് വോളിയം ഓഫ് വോയിഡ്, ആ ഒരു റേഷ്യോന് നമ്മൾ പറയുന്നതാണ് പോറസിറ്റി എന്ന് പറയുന്നത്. ഇനി വോളിയം ഓഫ് വോയിഡ് ടു ദി വോളിയം ഓഫ് സോളിഡ്, വോളിയം ഓഫ് സോളിഡ് ടു വോളിയം ഓഫ് വോയിഡ് ആണെങ്കിൽ അതിന് നമ്മൾ വോയിഡ് റേഷ്യോ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് ഓയിൽ. വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് വോയിഡ് ആണ്. ദിസ് ഇസ് വോളിയം ഓഫ് വോയിഡ്. ഇത്രയാണ് വോളിയം ഓഫ് വോയിഡ് വരുന്നത്. അപ്പൊ വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് വോയിഡ് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ആൻഡ് അടുത്തത് വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. ഓക്കെ, വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ടു ദി വെയിറ്റ് ഓഫ് ദി സിമെന്റ് അല്ലെ. വെയിറ്റ് ഓഫ് വാട്ടർ ടു ദ വെയിറ്റ് ഓഫ് സിമെന്റ് ആണ് വാട്ടർ സിമെന്റ് റേഷ്യോ. ഓക്കെ, അപ്പം
ഇവിടെ ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, പോറസിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ എഫക്റ്റീവ് സൈസ് ഓഫ് എ സോയിൽ ഈസ്. സോയിലിന്റെ എഫക്റ്റീവ് സൈസ് നമ്മൾ പറയുന്നത് ഏതാണ്? വിച്ച് ഈസ് ഓപ്ഷൻ ബി, D10 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. എഫക്റ്റീവ് സൈസ് ഓഫ് സോയിൽ ഈസ് D10 ആണ്. ഡി എന്ന് പറയുന്നത് ഈസ് ഡയമീറ്റർ, 10 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫൈനർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് D10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? D10 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്. ഈ പാർട്ടിക്കിൾ സൈസിൽ 10% ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ ഓഫ് സ്മോളർ ഡയമീറ്റർ ദാൻ ദിസ്. അതായത് ഈ ഒരു പാർട്ടിക്കിൾ സൈസിനേക്കാളും കുറവായിരിക്കും 10% പാർട്ടിക്കിൾസ്. അതായത് നമ്മളിപ്പോ ഇതെല്ലാം വരുന്നത് എന്തിന്റെ കേസിലാണ്? ഇതെല്ലാം വരുന്നത് സോയിൽ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര പെർസെൻറ്റേജ് സോയിൽ എടുത്താൽ അതിൽ എഫക്റ്റീവ് സൈസ് D10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ സൈസിന് താഴെയായിരിക്കും 10% പാർട്ടിക്കിൾസ്. അതായത് 10% ഓഫ് പാർട്ടിക്കിൾസ് ആർ ഓഫ് സ്മോളർ ഡയമീറ്റർ ദാൻ ദിസ് സൈസ്. അതാണ് ഈ D10 എന്ന് ഉദ്ദേശിക്കുന്നത്. സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് അറ്റ് 10% ഫൈനർ, അതാണ് D10. അതേപോലെ തന്നെ D10 നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് D13 അതുപോലെ D60. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സൈസസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. D60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60% ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ ഓഫ് സ്മോളർ ഡയമീറ്റർ ദാൻ ദിസ് പാർട്ടിക്കിൾ സൈസ്. ആൻഡ് ഇവിടെയാണെങ്കിലോ D30 എന്ന് പറയുന്നതും ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്, such that 30% of the particles are of smaller diameter than this size. Okay, and ഇവിടെ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്. D60 is greater than, D30 is greater than D10. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സൈസസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ DPC at plinth level, the commonly adopted material is called. അതായത് ഡാം പ്രൂഫ് കോഴ്സ് പ്ലിന്ത് ലെവലിൽ കൊടുക്കുമ്പോൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. സിമെന്റ്, കോൺക്രീറ്റ്, മാസ്റ്റിക് അസ്ഫാൾട്ട്, ബിറ്റുമെൻ, പ്ലാസ്റ്റിക് ഷീറ്റിംഗ്, ഇതെല്ലാം മെറ്റീരിയൽസ് യൂസ്ഡ് ആസ് ദി ഡാം പ്രൂഫ് കോഴ്സ് ആണ്. അപ്പൊ നമ്മൾ പ്ലിന്ത് ലെവലിൽ കൊടുക്കുമ്പോൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്നത് ഏതാണ്? നമുക്ക് അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത് സിമെന്റ്, കോൺക്രീറ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ പ്രപ്പോർഷൻ നമ്മൾ സിമെന്റ്, കോൺക്രീറ്റ് ആണ് പ്ലിന്ത് ലെവലിൽ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതിന്റെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണെന്നുള്ളത്. ഈ സിമെന്റ്, കോൺക്രീറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഡാം പ്രൂഫ് കോഴ്സ് ഷുഡ് ഹാവ് എ മിക്സ് പ്രപ്പോർഷൻ ഓഫ് എയ്തർ 1:2:4 അല്ലെങ്കിൽ 1:1.5:3 ആണ്. മോസ്റ്റ് ആപ്റ്റ് ഈസ് ദിസ് വാല്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇതാണ് തന്നിട്ടുള്ളെങ്കിൽ ചൂസ് ദിസ് 1:1.5:3. ഇതില്ലെങ്കിൽ മാത്രം 1:2:4 ചൂസ് ചെയ്യാം. ഓക്കെ, സിമെന്റ്, കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു മിക്സ് പ്രപ്പോർഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് തിക്നെസ് ഓഫ് ദി ഡാം പ്രൂഫ് കോഴ്സ് ഈസ് 4 to 15 സെന്റിമീറ്റർ ആണ്. നമ്മൾ സിമെന്റ്, കോൺക്രീറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് 4 to 15 സെന്റിമീറ്റർ ആയിരിക്കും തിക്നെസ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഡാംനെസ് വളരെ കൂടുതലാണ് എങ്കിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലെവലിൽ ബിൽഡിങ്ങിൽ ഡാംനെസ് വളരെ കൂടുതലാണെങ്കിൽ ഈ സിമെന്റ്, കോൺക്രീറ്റിനൊപ്പം നമ്മൾ ബിറ്റുമിനസ് കോട്ടിങ്ങും കൂടെ കൊടുക്കും. ഓക്കെ, ബിറ്റുമിനസ് കോട്ടിങ്ങും കൂടെ ഈ ഒരു സിമെന്റ്, കോൺക്രീറ്റിന്റെ ഒപ്പം കൊടുക്കും. ഇനി അടുത്ത മറ്റൊരു ഓപ്ഷൻ ഏതാണ്? മാസ്റ്റിക് അസ്ഫാൾട്ട് ആണ്. മാസ്റ്റിക് അസ്ഫാൾട്ട് എന്ന് പറയുമ്പോൾ ബിറ്റുമെൻ പ്ലസ് സാൻഡ് പ്ലസ് മിനറൽ ഫില്ലേഴ്സ് ആണ് ഈ പറയുന്ന മാസ്റ്റിക് അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. ഒരു സെമി റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് കൊടുക്കാറുള്ളതാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിംഗ്. പ്ലാസ്റ്റിക് ഷീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇറ്റ്സ് എ ന്യൂ ടൈപ്പ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. ഓക്കെ, ന്യൂ ടൈപ്പ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ആണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് ആണ്. ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടുന്ന് ഇതിന്റെ തിക്നെസ് ഒന്ന് മനസ്സിലാക്കിക്കുക. ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് ഹാവ് എ തിക്നെസ് ഓഫ് 0.5 to 1 mm. അത്രയും കാര്യങ്ങളൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഈസ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി സ്ട്രക്ചർ required to support
An unsafe structure is called. അതായത് ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ, ഒട്ടും സേഫ് അല്ലാതിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അണ്ടർ പിന്നിങ്, സ്കഫോൾഡിങ്, ഷോറിങ്, ജാക്കിംഗ് എന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം ഓരോ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഷോറിംഗ് ആണ്. ഓപ്ഷൻ സി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ദെൻ ബാക്കി ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നതും ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ്. എന്തിനാണ്? വിച്ച് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദി വർക്കേഴ്സ് ആസ് ദ ബിൽഡിംഗ് ഇൻക്രീസസ് ആസ് ഹൈറ്റ്. നമ്മുടെ ബിൽഡിംഗ് ഇപ്പോൾ ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെയാണ് പണിയുന്നതെങ്കിൽ ആ ഹൈ റൈസ് ബിൽഡിങ്ങിന് ആ ഹൈറ്റ് കൂടുന്നത്, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വർക്കേഴ്സിന് കയറി നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്കഫോൾഡിംഗ് കൊടുക്കുന്നത്. സ്കഫോൾഡിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് സംടൈംസ് വരാറുണ്ട്. ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കഫോൾഡിങ്ങിന്റെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും ആ ഒരു പോർഷന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കഫോൾഡിങ്ങിന്റെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഇതിനെ പറ്റിയിട്ട്, ഇതിന്റെ ടൈപ്സിനെ പറ്റിയിട്ടുള്ളത് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് അണ്ടർ പിന്നിങ്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ടെമ്പററി സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുള്ളതിൽ. അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് ഓഫ് പ്രൊവൈഡിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദ എക്സിസ്റ്റിംഗ് വൺ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദി സ്റ്റെബിലിറ്റി. അതായത് ഇപ്പൊ നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ന്യൂ ഫൗണ്ടേഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ണിന് താഴെയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു ടെക്നിക്കിന്. പക്ഷെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിനെ അത് ഒട്ടും ബാധിക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് ഓഫ് സപ്പോർട്ട്സ് പ്രൊവൈഡഡ് അണ്ടർനീത്ത് ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ വിതൗട്ട് ഡിസ്റ്റർബിങ് ഇറ്റ് സ്റ്റെബിലിറ്റി. ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിനെ ഒന്നും അഫക്ട് ചെയ്യാതെ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന്റെ അണ്ടർനീത്തിൽ താഴെയായിട്ട് നമ്മൾ, അതായത് ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ്, പുതിയൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പുതിയൊരു സപ്പോർട്ട് കൊടുക്കുന്നു, അതാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രിക്സ് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദി വാൾ. ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇവിടെ എന്താ പറയുന്നത്? ബ്രിക്ക് വിത്ത് ഇറ്റ്സ് ലെങ്ത് ലെയ്ഡ് പാരലൽ ടു ദ ഫേസ് ഓഫ് ദി വാൾ. ഇവിടെ ആ ബ്രിക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദി വാളിനോട് പാരലൽ ആയിട്ടാണ് വരുന്നത്. അതേതാണ്? അത് സ്ട്രക്ചർ ആണ്. പെർപെൻഡിക്കുലർ എന്നത് ഹെഡർ ആണ്, അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ് സെക്ഷൻ ഓഫ് ദി ബ്രിക്ക് ഈസ് കോൾഡ്. ഓപ്ഷനിലെല്ലാം ക്ലോസർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രിക്ക് എടുക്കുവാണെങ്കിൽ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ് സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ് സെക്ഷൻ ഈസ് ക്യൂൻ ക്ലോസർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The next question is a type of bond in a brick masonry in which each course consists of alternate header and structure is called. ഇത് നമ്മൾ പറഞ്ഞു, ഈച്ച് കോഴ്സിൽ ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ആവണമെങ്കിൽ വിച്ച് ഈസ് ഫ്ലെമിഷ് ബോണ്ട്. 81 is option C. Next question is, for ordinary Portland cement, the initial setting time should not less than of a Portland cement should not less than 30 minutes ആണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ ആക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തെറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 30 minutes എന്നും ക്വസ്റ്റ്യനിൽ വരാം. അത് തെറ്റാണ്. should not less than എന്ന് തന്നെ ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം ആണ് should not greater than 10 hours. അടുത്തത്, എ ഫൈൻ അഗ്രിഗേറ്റ് ഈസ് വൺ whose particles are of size. നമ്മൾ പറയുമ്പോഴും ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് പറഞ്ഞാലും size of the aggregates below 4.75 mm is fine aggregate and above is coarse aggregate ആണ്. അപ്പം the fine aggregate is one whose particles are of size below 4.75 ആണ്, അല്ലെ? അപ്പൊ 83rd ആൻസർ എത്രയാണ്? is option A. The inert mineral material used for the manufacture of mortar and concrete. കോൺക്രീറ്റിലാണെങ്കിലും മോർട്ടാറിലാണെങ്കിലും ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്നും അധികം കൺഫ്യൂഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്.
ഓപ്ഷൻ ഡി, അഗ്രഗേറ്റിനെയാണ് ഇനേർട്ട് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണത്? കെമിക്കലി ഇനാക്റ്റീവ് ആണ് അഗ്രഗേറ്റ്സ്. അത് ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കാത്ത ഒരു മെറ്റീരിയൽ ആണ്. നമ്മുടെ കോൺക്രീറ്റിന്റെ ഒരു മെമ്പർ ആണ്. സിമെന്റുമായിട്ടൊന്നും ഒരു റിയാക്ഷൻ അതിന് ഉണ്ടാകുന്നില്ല. അത് ഇനേർട്ട് ആണ്, കെമിക്കലി ഇനാക്റ്റീവ് ആണ്. അതാണ് അഗ്രിഗേറ്റ്സ്. ഏകദേശം ഒരു 70-80%, അപ്രോക്സിമേറ്റ്ലി ഒരു 75% ഓഫ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ്സ് ആണ്. ഓക്കെ, സിമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഓഫ് ദി കോൺക്രീറ്റ്. അഡ്മിഷേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ കോൺക്രീറ്റിന്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്മിഷേഴ്സ് കൊടുത്ത പ്രോപ്പർട്ടീസിനെ ഇംപ്രൂവ് ചെയ്യാം, പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. ദെൻ വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കോൺക്രീറ്റിൽ ഹൈഡ്രേഷൻ നടന്നാൽ മാത്രമാണ് അതിന് പലതരത്തിലുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ടാവുന്നത് തന്നെ അതിന് ഹൈഡ്രേഷൻ സംഭവിച്ചതിന് ശേഷമാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് അക്വയർ ചെയ്യുന്നതിനും ഒക്കെ എല്ലാത്തിനും ഹൈഡ്രേഷൻ നടന്നിരിക്കണം. അപ്പൊ ആ ഒരു ഹൈഡ്രേഷൻ ആര് വേണം? സിമെന്റിന്റെ ഒപ്പം വാട്ടർ കൂടെ ആവശ്യമാണ്. നെക്സ്റ്റ് ഈസ് ദ മിനിമം പാർട്ടിക്കൽ സൈസ് ഓഫ് കോഴ്സ് ഗ്രേഡ്. അതായത് 4.75 mm ആണ്. Which of the following grade is not recommended by IS 456 1964? M100, M550, M200, M400. Option B ആണ് ആൻസർ. M550 ആണ്. 550 means the compressive strength in 550 kilogram per centimeter square ആണ്. ഓക്കെ, അതാണ് 550 എന്ന് ഉദ്ദേശിക്കുന്നത്. കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. M550 ആണ് IS 456 1964 റെക്കമെൻഡ് ചെയ്യാത്തൊരു ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പാർട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്ത് സജഷൻസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.